നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃശൂരിൽ അപ്രതീക്ഷിതമായ നീക്കവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തൃശൂരിൽ ആക്റ്റീവായ സിറ്റിംഗ് എം പിയായ ലോക്സഭാ സ്ഥാനാർത്ഥിയായി പരിഗണനയിലുണ്ടായിരുന്ന TN പ്രതാപന് പകരം K മുരളീധരനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തൃശൂരിൽ TN പ്രതാപന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ വരെ തയ്യാറാക്കുകയും ചുവരെഴുത്തുകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ TN പ്രതാപന് വരുന്ന നിയമസഭാ സീറ്റ് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയി പാർട്ടിക്കുണ്ടാക്കിയ നഷ്ടം പരിഹരിക്കാനാണ് K മുരളീധരനെ കൊണ്ടുവന്ന് നീക്കം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശനാണ് മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. മുരളീധരനും പാർട്ടിയുടെ ഈ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞു. വടകര MP ആയ K മുരളീധരൻ മാറുമ്പോൾ അവിടെ ഷാഫി പറമ്പിലാണ് മത്സരിക്കാനെത്തുന്നത്. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വലിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്നും ചില മാറ്റങ്ങളൊക്കെ ലിസ്റ്റിലുണ്ടാവുമെന്നും K സുധാകരൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പാർട്ടി എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നും നിസ്സാരനായ തന്നെ നേതാവാക്കിയത് കോൺഗ്രസ് ആണെന്നും പാർട്ടിയാണ് തന്റെ ജീവനെന്നും TN പ്രതാപൻ പറഞ്ഞു. മുരളീധരൻ കേരളത്തിലെ ഏറ്റവും മികച്ച നേതാവാണ്. തൃശൂരിൽ ആര് മത്സരിച്ചാലും കൂടെ ഉണ്ടാകുമെന്ന് പ്രതാപൻ വ്യക്തമാക്കി. തൃശൂരിൽ എതിർ സ്ഥാനാർത്ഥി ആരെന്നത് തന്റെ വിഷയമല്ലെന്നാണ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പക്ഷം. BJP വിജയിക്കും. സ്ഥാനാർത്ഥികൾ മാറി വരുന്നത് അതിൻ്റെതായ കാരണമുണ്ട്. സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് അവരുടെ കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു.